ഹലോ നമസ്കാരം എല്ലാവർക്കും മരിയൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. പനീർ കൊണ്ട് നല്ലൊരു പക്കോട, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോട, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിനകത്തോട്ട് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് തന്നെ എടുക്കുക, പകരം മൈദ എടുക്കരുത് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടിയത് കോൺഫ്ലവർ ആണ്. അതൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കായംപൊടി വേണം, കായംപൊടി മസ്റ്റാണ്. 1/2 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചെങ്ങാനും ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് ബാറ്റർ ആക്കാനായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇത് നല്ലൊരു ബാറ്ററാക്കി എടുക്കുക, തിക്ക് ബാറ്ററാക്കി എടുക്കുക. വളരെ ലൂസാക്കാൻ പാടില്ല. ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് പനീറിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ പീസ് പനീറാണ്. ഇതിന് പകരം വലിയ പീസായാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കണമെന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവണം, എന്നാലാണ് ഇങ്ങനെ കോട്ട് ചെയ്ത് വരത്തുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പനീർ ഓരോന്നായിട്ട് കോട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ തീ എപ്പോഴും ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ കീപ്പ് ചെയ്ത് വെക്കുക. അതിന് പനീരല്ലാതെ നമുക്ക് നമ്മുടെ ഒഴിക്കുന്ന ഓയിലിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അതപ്പോൾ തന്നെ റെഡി ആയിട്ട് വന്നോളും. നമ്മൾ കോൺഫ്ലവർ ചേർത്താണ് കാരണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കോരി ഒരു ബൗളിനകത്തോട്ട് ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. സാധാരണ പനീർ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇതുപോലെ പക്കോടയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ മരിയൻസ് കിച്ചൻ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.